നിങ്ങൾക്ക് മുട്ടുവേദനയുണ്ടോ? ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക. ഫസ്റ്റ് വൺ, വേദന ഇഗ്നോർ ചെയ്യുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദന ഉണ്ടെങ്കിൽ നമ്മൾ ആ വേദന കുറച്ച് നാൾ വേദന പിടിച്ച് പോകുമ്പോൾ ആ വേദനയോട് നമ്മൾ അഡ്ജസ്റ്റ് ആവും. അപ്പോൾ നമുക്ക് ആ വേദന അറിയാൻ പറ്റാതെ ആവും. അങ്ങനെ ഫസ്റ്റ് കാര്യം, നിങ്ങൾക്ക് ചെറിയൊരു വേദനയാണെങ്കിൽ പോലും ചെറിയൊരു മരുന്നിൽ മാറ്റേണ്ട വേദന പിന്നെ അതൊരു ക്രോണിക് കണ്ടീഷൻ ആയിട്ട് മാറും. അപ്പോൾ രണ്ടാമത്തെ കാര്യം, സെൽഫ് മെഡിക്കേഷൻ, അതായത് പെയിൻ കില്ലറിന്റെ ഉപയോഗം. ചെറിയ വേദന വരുമ്പോൾ തന്നെ ഞാൻ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, പെയിൻ കില്ലർ ഉപയോഗിക്കാതെ ഇരിക്കുക. മൂന്നാമത്തെ കാര്യം, ഒരുപാട് നേരം സിറ്റിംഗ് ഫോർ എ ലോങ് അവേഴ്സ്, ഒരുപാട് മണിക്കൂറുകളിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതിരിക്കുക. നാലാമത്തെ കാര്യം, വേദന വന്ന് ഉടനെ തന്നെ ജിമ്മിൽ പോവുക, ഹെവി വെയിറ്റ് എക്സസൈസ് എടുക്കാതിരിക്കുക. അതൊരു ബിഗ് മിസ്റ്റേക്ക് ആണ്. നമ്മളുടെ മുട്ടിലോട്ടുള്ള പ്രഷർ കൂടി മുട്ടുവേദന കൂടാനുള്ള സാഹചര്യങ്ങൾ വരെ ഉണ്ടാവാറുണ്ട്. അഞ്ചാമത്തെ കാര്യം, എക്സസീവ്ലി സ്റ്റേഴ്സ് കയറുക. പെട്ടെന്ന് തന്നെ നമ്മൾ സ്റ്റേഴ്സ് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ചെയ്യാൻ പാടില്ലാത്ത. ആറാമത്തെ കാര്യം, ഓവർ വെയിറ്റ് ആവാതിരിക്കുക. അധികം വെയിറ്റ്, ഒരു കിലോ കൂടി ഓവർ വെയിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മുട്ടിനെ താങ്ങാൻ പറ്റാത്ത മുട്ടുവേദന കൂടുകയോ ചെയ്യും. ഏഴാമത്തെ കാര്യം, ശരിയായ രീതിയിലുള്ള അല്ലാത്ത ചെരുപ്പുകൾ ധരിക്കുന്ന, ഹൈ ഹീല് അല്ലെങ്കിൽ കറക്റ്റ് സൈസിലല്ലാത്ത ഷൂസ്, ചില ഫ്ലാറ്റ് ചെരുപ്പുകൾ ഉണ്ടാവും, നമുക്കൊരു ഗ്രിപ്പ് ഇല്ലാത്തത്, അങ്ങനത്തതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും മുട്ടുവേദന കൂടാം. എട്ടാമത്തെ കാര്യം, പ്രോപ്പർ ആയിട്ട് ഒരു സപ്പോർട്ട് ഇല്ലാതെ ഉറങ്ങുന്നത്. ഒമ്പതാമത്തെ കാര്യം, ഏതെങ്കിലും ഒരു എണ്ണ വാങ്ങി തേക്കുന്നത്. എല്ലാ എണ്ണയും മുട്ടുവേദനയ്ക്കുള്ളതല്ല. അത് നമ്മൾ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ എണ്ണയും മുട്ടുവേദനയ്ക്കുള്ളതല്ല. അവസാനം ആയുർവേദത്തിൽ ഏതെങ്കിലും ഒരു എണ്ണ വാങ്ങിച്ച് തേച്ചിട്ട് എൻ്റെ മുട്ടുവേദന മാറിയില്ല എന്ന് പറയാതിരിക്കുക. പത്താമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ശരിയായ രീതിയിൽ കറക്റ്റ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് എടുക്കുക. മുട്ടുവേദന തുടങ്ങുമ്പോൾ തന്നെ, അതായത് ഇപ്പോൾ ഒരു 30 years ആകുമ്പോൾ തന്നെ മുട്ടുവേദന തുടങ്ങുന്നുണ്ട്. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ ശരിയായിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് എടുത്ത് ദീർഘകാലം പോയിട്ട് അതൊരു ക്രോണിക് അസുഖമാക്കി മാറ്റി വെക്കാതെ ഉടൻ തന്നെ അതിനുള്ളൊരു ട്രീറ്റ്മെന്റ് ചെയ്യുക. താങ്ക് യു. കൂടുതൽ മുട്ടുവേദന വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുക.